മന്ത്രി പി രാജീവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മുനമ്പം സമരസമിതി. KRLCC കോട്ടപ്പുറം രൂപത പ്രതിനിധികളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പ്രതിസന്ധികൾ മന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്നും സഹായിക്കുന്ന എല്ലാവരും പ്രതീക്ഷയർപ്പിക്കുന്നുവെന്നുമാണ് സമരസമിതി പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള തീയതി വൈകാതെ തീരുമാനിക്കുമെന്നും സമരസമിതി കൂട്ടിച്ചേർത്തു. സജോ ദേവസ്യയുടെ വിശദാംശങ്ങളുമായി. സജോ, വീണ്ടും സമരത്തിലേക്ക് പോവുകയാണോ എന്നതാണ് ഇപ്പോൾ മന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ എന്താണ്? വിനിത, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുനമ്പം സമരസമിതിയും സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്ന് മാത്രമല്ല, സമരം കുറെ കൂടിയും സഭ ഏറ്റെടുക്കുന്നു. അതായത് ലത്തീൻ സഭയുടെ കോട്ടപ്പുറം രൂപത, കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ, അങ്ങനെ KLCA തുടങ്ങിയ സംഘടനകൾ ഔദ്യോഗികമായി സമരത്തെ ഏറ്റെടുക്കുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ മുനമ്പത്ത് വൈകാരികമായ പ്രതിഷേധമടക്കമുണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും സ്വാഗതം എന്നൊരു പുതിയ നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം സംസ്ഥാന സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ, കൂടിയാലോചനകൾ, പ്രശ്നപരിഹാരത്തിനുള്ള പുതിയ പോംവഴികളിലേക്ക് എത്തുക എന്നതുകൂടിയുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് വൈകാതെ തന്നെ 30-നകം സമർപ്പിക്കുമെന്ന് പ്രത്യാശയുണ്ട്. പക്ഷേ അതിലെ തുടർ നടപടികളിൽ ഹൈക്കോടതി സ്റ്റേ ഉണ്ടെങ്കിൽ കൂടിയും അതിന്റെ കൂടി സർക്കാരിന് എന്ത് കാര്യം ചെയ്യാൻ കഴിയും എന്നതിന്റെ പ്രാഥമിക രൂപം എന്ന നിലയ്ക്കുള്ള ചർച്ചയാണ്. പ്രതീക്ഷാവഹമാണ് എന്നാണ് ഈ സമരസമിതിയും രൂപതാ പ്രതിനിധികളും പറഞ്ഞത്. തുടർന്ന് മുഖ്യമന്ത്രിയെ കൂടി കാണാനാണ് നീക്കം. ശരി, വ്യക്തമാണ്. സജോ ദേവസ്യാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.